ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ലേഡീസ് ആരും വന്ന് എന്നെ ആക്രമിക്കാനോ തെറി വിളിക്കാനോ നിൽക്കരുത്. ഒരു കോമഡി ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. ഞാൻ പലപ്പോഴും പറയാണ്, ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോഴായിരിക്കും എനിക്ക് അതിലെ കോമഡി, അതിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ ഞാനിങ്ങനെ അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ആവാൻ പോവാണ്. അപ്പോൾ ഡിവോഴ്സ് ആവാൻ പോയപ്പോൾ വക്കീൽ അവരോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഡിവോഴ്സ് ആവണതിൻ്റെ കാരണം എന്നൊക്കെ ചോദിച്ചപ്പം ആ ഭാര്യ പറയണത്, ഭാര്യ പറഞ്ഞ്, ഭാര്യയല്ല, ആദ്യം ഭർത്താവ് പറയും, ഇവൾക്ക് ഭക്ഷണം, വസ്ത്രം, പണം എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്, ഒന്നിനും ഒരു കുറവില്ല, ഒന്നിനും ഒരു ഇതുകളില്ല, കുഴപ്പങ്ങളില്ല, ഞാൻ അത്ര നന്നായിട്ടാണ് വൈഫിനെ നോക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ വക്കീൽ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച്. അപ്പോൾ പറയണേ, അതായത് ഭക്ഷണവും വസ്ത്രവും കിടക്കാൻ നല്ല വീടും നല്ല കട്ടിലും ഒക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ടാവും. അപ്പോൾ വക്കീൽ ചോദിക്കും, അതെന്താ, പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മളെങ്ങനെയുള്ള ആളാണ്, എന്താണ്, ഏതാണെന്നൊക്കെ ഭർത്താവ് തിരിച്ചറിയണ്ടേ. ആ തിരിച്ചറിയാത്തടത്ത് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക? അപ്പോൾ അതൊന്നും എൻ്റെ ഭർത്താവ് തിരിച്ചറിയില്ലാന്ന്. എൻ്റെ പൊന്നു ചേച്ചി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വല്ല ചേച്ചിമാരുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. നമ്മൾ ഇപ്പം ചേച്ചിമാരോടല്ല പറയേണ്ടത്, ചേട്ടന്മാരോട് പറയാം. അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ട് ചേച്ചിമാർ പറയണമെങ്കിൽ 4 ദിവസം പട്ടിണിക്ക് ഇടുക. ഏതെങ്കിലും ഒരു ഗുദാമിൽ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു വീട് വാടകയ്ക്ക് ഇട്ടിട്ട് താമസിപ്പിക്കുക. എന്നിട്ട് 4 ദിവസം തീരെ പട്ടിണിക്കിടണ്ട. കഷ്ടിച്ച് വിശപ്പ് മാറുമെന്ന് വെച്ചാൽ മാറി, വിശപ്പ് മാറിയില്ലെന്ന് ചോദിച്ചാൽ മാറിയില്ല. അങ്ങനത്തെ രീതിയിൽ കുറച്ച് ഭക്ഷണം കൊടുക്കുക. അപ്പം യാഥാർത്ഥ്യം മനസ്സിലാവും എന്താണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? വേറൊന്നും കൊണ്ടല്ല. ഇല്ല പൊന്നു ചേച്ചിമാരെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു നേരത്തെ വയറു നിറച്ചുള്ള ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇതൊക്കെ ഇടാൻ കൊതിക്കുന്ന ഭാര്യമാർ ഒരുപാട് ഇപ്പോഴും ഭൂമിയിലുണ്ട്. അതൊന്നും കിട്ടാത്ത ഭാര്യമാരുണ്ട്. നിങ്ങൾക്ക് അതെങ്കിലും കിട്ടണില്ലേ? അങ്ങനെ പോലും കിട്ടാൻ കൊതിച്ചിട്ട് ഇടാൻ പറ്റാത്ത, ഉപയോഗിക്കാൻ പറ്റാത്തൊക്കെ ഒരുപാട് ഭാര്യമാർ ഇപ്പോഴും ഭൂമിയിലുണ്ട്. നല്ലൊരു വസ്ത്രം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഭാര്യമാരുണ്ട്. അവർ വിചാരിക്കുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങളല്ല, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ പുറത്തെടുക്കുക എന്നുള്ളതല്ല, ഒരു നേരം അല്ലെങ്കിൽ 2 നേരമെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങി പോകാൻ നിൽക്കുന്നവരോടുള്ള ചെറിയൊരു റിക്വസ്റ്റ്, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ചേട്ടന്മാരോടും ഇത്രേ പറയാനുള്ളൂ. ഒരു വല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കൊടുക്കുന്ന സുഖ സൗകര്യങ്ങളൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ താനേ അപ്പോൾ അവരുടെ ചിന്ത അതിലേക്ക്, ദൈവം വിശക്കണുണ്ടല്ലോ, എന്താ ഇപ്പോൾ കഴിക്കേണ്ടേ, എന്താ എനിക്കിപ്പോൾ ഉണ്ടാവുക, ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ മാറിക്കോളും. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഞാനൊരു കാര്യം പറയാം, ഭാര്യമാരെ മുഴുവനോട് അവഗണിക്കാനല്ല കേട്ടോ ഞാൻ പറയണത്. എല്ലാ സ്ത്രീകളും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയല്ല. അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും, അവർക്ക് ചിന്തകളുണ്ട്. നിങ്ങൾ അടിച്ചമർത്തണം എന്നല്ല ഞാൻ പറയണത്. എല്ലാം കൊടുത്തിട്ടും ഇങ്ങനെ പറയുന്ന ചേച്ചിമാരോടും അനിയത്തിമാരോടും ആണ് ഞാനീ പറഞ്ഞത്. എല്ലാം ഉണ്ടായിട്ടും, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, അത്യാവശ്യം പുറത്ത് കൊണ്ടുകൊണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന ചേച്ചിമാരോടാണ് ഞാനീ പറയണത്, അനിയത്തിമാരോടുമാണ് പറയണത്. അപ്പോൾ ചോദിക്കും, ഞങ്ങൾക്ക് അത് കിട്ടാൻ ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾക്കിങ്ങനെ വേണം എന്നൊക്കെ പറയും. അങ്ങനെ ആയിക്കോ, പക്ഷെ നഷ്ടപ്പെട്ടു പോണത് നിങ്ങളുടെ ജീവിതം തന്നെയാണ്, അല്ലാതെ ആരില്ല. നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ അതും കുഴപ്പമില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നന്ദി, നമസ്കാരം.